അവർക്ക് ചിരി നിർത്താൻ പറ്റാത്തതുകൊണ്ട് ബാക്കി പറഞ്ഞു പഠിപ്പിച്ച കാര്യങ്ങളൊക്കെ അവർ ചിരിയിൽ അങ്ങ് മറന്നുപോയി. അപ്പോൾ ബാക്കി അതാ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ നമ്മൾ തന്നെ ഗാർലിക് പൊട്ടാറ്റോ ബൈറ്റ്സ് ആണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനായിട്ട് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് അതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം ജീരകവും അതുപോലെ തന്നെ കുറച്ച് എള്ളും കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരല്പം ഒരു 3-4 അല്ലി വെളുത്തുള്ളി ഗ്രേറ്റ് ചെയ്തതും ഒരു പച്ചമുളക് കുട്ടികൾക്ക് കൊടുക്കേണ്ടതായതുകൊണ്ട് ഒരു പച്ചമുളകും കൂടി ചെറുതായിട്ട് അരിഞ്ഞിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് വഴറ്റി വരുമ്പോൾ നമുക്കൊരു 1/2 കപ്പ് വെള്ളം ഒഴിച്ച് നന്നായി തിളപ്പിച്ച് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് ഒരു 1/2 കപ്പ് റവയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി നമ്മുടെ ഉപ്പുമാവിൻ്റെ പരുവത്തിലൊക്കെ ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു ഗ്യാപ്പിൽ ഞാൻ ഒരു 4 ഉരുളക്കിഴങ്ങ് കുക്കറിൽ പുഴുങ്ങാനും കൂടി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതവിടെ പുഴുങ്ങി വരുന്ന നേരം കൊണ്ട് നമുക്ക് ഈ ഒരു ഉപ്പുമാവിൻ്റെ പോലത്തെ ആ സംഭവം റെഡിയാക്കി എടുക്കാം. അപ്പോൾ അത് ഉരുളക്കിഴങ്ങും പുഴുങ്ങിയത് എടുത്ത് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് എന്തൊക്കെയാണ് ചേർക്കേണ്ടതെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ കുറച്ച് മല്ലിയില ഒന്ന് ചെറുതാക്കി നുറുക്കിയത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഹെർബ് മിക്സും കൂടി ചേർത്ത് കൊടുക്കുക. ഒറിഗാനോ ഉണ്ടെങ്കിൽ അതായാലും മതി. ഇപ്പോൾ ഞാൻ ഹെർബ് മിക്സും അതുപോലെ തന്നെ കുറച്ച് പെപ്പറിൻ്റെ പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ ഒരു ഉപ്പുമാവിൻ്റെ ആ ഒരു മിക്സ് ഉണ്ടല്ലോ അതും ചേർത്ത് കൊടുത്തിട്ട് നമ്മുടെ കയ്യിൽ മോസറല്ല ചീസ് ഉണ്ടെങ്കിൽ അതും ഒരു പിടി ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ ഒരു ചീസ് സ്ലൈസ് ആയാലും ഇട്ട് കൊടുത്താലും മതി. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം കേട്ടോ. നല്ലൊരു ഡോ പരുവത്തിലാക്കിയെടുക്കാം. ഇത് നല്ല രീതിക്ക് തന്നെ ഒരു 5-6 മിനിറ്റോളം അതൊന്ന് കുഴച്ചെടുക്കേണ്ടതുണ്ട്. എന്നാലാണ് ഇത് പൊട്ടിപ്പോകാതെ നമ്മൾ ഓയിലിൽ ഫ്രൈ ചെയ്യുമ്പോൾ പൊട്ടിപ്പോകാതെ ഇരിക്കുകയുള്ളൂ. അപ്പോൾ ഇത് നല്ല രീതിക്ക് കുഴച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ ചെറിയ ചെറിയ ബോൾസ് പോലെ ആക്കി എടുത്തിട്ട് നമുക്ക് ചെറിയ ചെറിയ ക്യൂബ്സ് ആക്കിയിട്ട് പൊട്ടാറ്റോ ക്യൂബ് പോലെ ആക്കിയിട്ട് എടുക്കാം കേട്ടോ. അതുപോലെ കയ്യിൽ വെച്ചിട്ടൊന്ന് ഒട്ടി കൊടുക്കുക. ഇനി അതൊരു എന്താ പറയുക റെക്റ്റാങ്കിൾ ഷേപ്പിലൊന്ന് ആക്കി കൊടുത്താൽ മതിയാവും. അപ്പോൾ ഒരു മീഡിയം സൈസ് വലുപ്പത്തിലാണ്, നമ്മൾ തീരെ ചെറുതല്ല ഉണ്ടാക്കുന്നത്, അത്യാവശ്യം ഒരു മീഡിയം സൈസ് വലുപ്പത്തിലാണ് കേട്ടോ അതുപോലെ ഒന്ന് ഉരുട്ടിയെടുത്തിരിക്കുന്നത്. അങ്ങനെ ഓരോന്നും എടുത്ത് നമ്മൾ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയും ഒരു അളവിൽ ഒരു 10-35 ഇതുപോലത്തെ ക്യൂബ്സ് ഉണ്ടാക്കാനായിട്ട് പറ്റും കേട്ടോ. ഇനി നമ്മൾ ലാസ്റ്റായിട്ട് കുറച്ച് കോൺഫ്ലവർ ഇതുപോലെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതൊന്ന് ഔട്ടർ ലെയർ ഒന്ന് ക്രിസ്പി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് കൂടിയാണ് അങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് നല്ല തിളച്ച എണ്ണയിലോട്ട് സൺഫ്ലവർ എണ്ണയാണ് കേട്ടോ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിലോട്ട് നമുക്കിത് ചേർത്ത് കൊടുത്തിട്ട് മീഡിയം ടു ഹൈ ഫ്ലെയിമിലിട്ടിട്ട് കുക്ക് ചെയ്തെടുക്കുക. ഒരു ചെറിയൊരു ബ്രൗൺ ഷെയ്ഡ് ആവണ വരെ ഒന്ന് കുക്ക് ചെയ്താൽ മതി. ഉള്ളിലൊക്കെ നന്നായിട്ട് വെന്തിരിക്കുന്നതുകൊണ്ട് ജസ്റ്റ് ആ ഒരു ഷെയ്ഡ് മാത്രം വന്നാൽ മതിയാകും. അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇതപ്പോൾ എല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ടേസ്റ്റ് നോക്കാനായിട്ട് നമ്മുടെ ആൾക്കാരെല്ലാവരും എത്തിയിട്ടുണ്ട്. ഞാൻ ടൊമാറ്റോ സോസിൽ ഒന്ന് ഡിപ്പ് ചെയ്തിട്ടാണ് കേട്ടോ കൊടുക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങളതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു ഈവനിങ് സ്നാക്കാണ്.